നമ്മൾ ആ അപകട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. പത്തനംതിട്ടയിലെ കോന്നിയിലുള്ള പയ്യനാമൺ എന്ന സ്ഥലത്ത് ആണ് ക്വാറിയിൽ പ്രവർത്തികൾ നടക്കെ വലിയ തോതിൽ പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീണു. 2 മനുഷ്യർ ബുൾഡോസറിനൊപ്പം അതിനടിയിൽപ്പെട്ടുപോയി എന്നാണ്. ബുൾഡോസർ പൂർണ്ണമായും അമർന്ന് ഞെരുങ്ങിപ്പോയ സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യരെ നമുക്കിനി രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയും നിലവിലില്ല. പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം, ഇതുവരെയും രക്ഷാപ്രവർത്തനം തുടങ്ങാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഇല്ല. അപകടകരമാണ് സ്ഥിതി എന്നതാണ്. ഈശ സ്വദേശികളായ ഒരു മഹാദേവിയും അജയറായിയുമാണ് ഇതിനുള്ളിൽ പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവരെ നീക്കം ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റർ ഒന്ന് ഹെൽപ്പറുമാണെന്ന് ഇവരോടൊപ്പം നിന്ന അവരുടെ സഹപ്രവർത്തകർ ഒപ്പം മുമ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പാറ ഇങ്ങനെ അടർന്ന് വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു സങ്കടത്തിലാണ് ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ. ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇതുവരെയും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 2 ജീവനുകൾ അവർ ഈ പറഞ്ഞ പോലെ ദുഃഖകരമാണ്. ഇപ്പോഴും പറയുമ്പോഴും അവർ ജീവനോടെ ഉണ്ടോ എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബുൾഡോസർ പൂർണ്ണമായും തകർന്നു പോയി. അത്രയും പാറ കഷ്ണങ്ങൾ അതിന് മുകളിലേക്ക് വീണതാണ്. ആ ബുൾഡോസർ ഞെരിഞ്ഞമർന്ന് തരിപ്പണമായി പോയി അല്ലേ, ആ രീതിയിൽ മുഴുവനായി തകർന്നു പോയൊരവസ്ഥ. കളിയാണ് റോഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. ആ ക്ലിയർ ചെയ്ത് വരുന്ന ആ റോഡ് ക്ലിയർ ചെയ്യാമെന്ന് ഹെൽപ്പറും ഓപ്പറേറ്ററും കൂടി ഇറ്റാച്ച് വന്നത്. ആ സമയത്താണ് മാന്തിക്കൊണ്ടിരുന്നപ്പോഴായിരിക്കും ആ ഷെയ്ക്ക് കൊണ്ടായിരിക്കും ചിലപ്പോൾ മേളിൽ നിന്നുള്ള പീസ് അടന്ന് താഴെപ്പോയത്. അപ്പോൾ അതിന് കീഴിൽ അവർ ഷക്കായിപ്പോയി. പത്തനംതിട്ടയിലെ പയ്യനാമണ്ണിൽ കൂറ്റൻ പാറകൾ ഇടിഞ്ഞു വീണ് ഒരു ബുൾഡോസർ തകർന്നിരിക്കുന്നു. അതിനുള്ളിലുണ്ടായിരുന്ന 2 മനുഷ്യർ ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരാണ്. അവരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒരു തരത്തിലും രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സും പോലീസ് സംവിധാനവും ഒക്കെ അവിടെ ഉണ്ട്. ഒരു ക്രെയിൻ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രെയിൻ എത്തിയ ശേഷം റോപ്പിലൂടെ കെട്ടി ആളുകളെ ഇറങ്ങി ഏതെങ്കിലും രീതിയിലൊരു പരിശോധന എന്നതാണ്. പക്ഷേ മനുഷ്യസാധ്യമായ നിലയിൽ അത് നമുക്ക് ഈ കല്ലുകൾ എടുത്തൊന്നും മാറ്റുന്നത് എളുപ്പമല്ല. അതിന് കൃത്യമായ യന്ത്ര സംവിധാനങ്ങൾ വേണം. പക്ഷേ അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോഴും ഒരു അപകട ഭീഷണിയുമാണ്. കാരണം പാറക്കല്ലുകൾ ഇടയ്ക്കിടെ മുകളിൽ നിന്ന് താഴേക്ക് പാറയിൽ വിള്ളലുമുണ്ട്. അതും ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. വീണ്ടും അത് തകർന്നു വീഴാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നതുമൊക്കെയും ആശങ്കയേറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ. ഇതുവരെയും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ക്രെയിൻ എത്തിച്ച് ഈ പാറകൾ നീക്കാനുള്ള ഒരു പദ്ധതിയാണ് ലക്ഷ്യമിടുന്നത്. പക്ഷെ അപ്പോഴും അതും വളരെ സങ്കീർണമാണ് അങ്ങനെ ഒരു രക്ഷാദൗത്യത്തിലേക്ക് എത്തുന്നതും. കാരണം പാറകൾ വീണ്ടും ഇടിഞ്ഞു വീഴുന്നു. അവിടെ ഒരു വിള്ളലുണ്ട്, വലിയൊരു വിള്ളൽ ആ പാറകഷ്ണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. 2 പേർ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അവർ ജീവനോടെ ഉണ്ടോ എന്നത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ബുൾഡോസർ പൂർണ്ണമായും തകർന്നു. അതിനിടയിൽ പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 6 മാസം മുന്നേ വാർത്തകളിലൊക്കെ വന്നിരുന്നുവെന്നും അവിടെ ഒരു നാട്ടുകാരൻ വന്നപ്പോൾ അത് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. 2 ജീവനുകൾ അത് തന്നെയാണ്. ഈ നിമിഷം എങ്ങനെയെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം എന്നൊരു കാര്യം തന്നെയാണ് ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനം. കെ അഭിലാൽ ചേർന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാൽ, ഇതുവരെയും രക്ഷാദൗത്യം തുടരാൻ സാധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു തുടർ നടപടി ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ക്രെയിൻ എത്തിച്ചതിൽ നിൽക്കുകയാണ്. ഇനി ഹിറ്റാച്ചി കൂടി എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് അംഗങ്ങൾ പറയുന്നത്. അങ്ങനെ നിലവിൽ നമുക്ക് ലഭ്യമായ സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് രാത്രി വൈകിയാലും ജോലിയുമായി അല്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അത്ര എളുപ്പമല്ല, അത്ര ഈസിയായി രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നുള്ളതാണ് അവരും കണക്കാക്കുന്നത്. ഏത് തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനകത്ത് ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാരണം പാറയുടെ ഞാനിവിടെ വന്നതിന് ശേഷവും അതിന് മുൻപുമായി 3 തവണ കൂടി പാറയുടെ വശങ്ങൾ ഇടിഞ്ഞ് താഴേക്ക് വീണ സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് അപകടം വരുത്തി വെച്ചേക്കാം. അതേപോലെയുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ തിരച്ചിൽ തുടരുന്നതിനിടയിലും പാറയുടെ തലതാക്കുന്നു വീണാൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർത്തും ജാഗ്രതയോടുകൂടി മാത്രമേ നീങ്ങാൻ കഴിയുകയുള്ളൂ. ഏറെ ദുർഘടമായ ഒരു പ്രദേശം കൂടിയാണ്. പൊട്ടിച്ച് ഇട്ട പാറ കഷ്ണങ്ങൾ നീക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വലിയ അപകടമുണ്ടായത്. അവശേഷിക്കുന്ന ഇവിടെ തന്നെ പൊട്ടി വീണ പാറയുടെ അവശിഷ്ടങ്ങൾ പരിപൂർണമായി നീക്കം ചെയ്ത ശേഷമേ തകർന്ന വാഹനത്തിനടുത്തേക്ക് തന്നെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അതിനുള്ളിൽ